അൽ കിതാബ് നസ്വീഹത്ത് 3. ആത്മഹത്യയുടെ ഗൗരവം, കാരണം, പരിഹാരവും ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആത്മഹത്യയുടെ ഒരു പ്രധാന കാരണമായിട്ടുള്ള കടക്കെണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. കടക്കെണിയിൽ മാത്രമല്ല, പലിശക്കെണിയിലും അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആളുകൾ കുടുങ്ങിപ്പോകാറുണ്ട്. കടം വാങ്ങുക എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സംഗതി അല്ല. എന്നാൽ അത്യാവശ്യ സാഹചര്യത്തിൽ കടം വാങ്ങാം. ആവശ്യത്തിനല്ലാതെ കടം വാങ്ങി കടം വരുത്തി വെക്കുന്നത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതിന് ജാഗ്രത പുലർത്തേണ്ടതാണ് സത്യവിശ്വാസികൾ പ്രത്യേകിച്ചും. കടത്തോടുകൂടി മരണപ്പെടുന്നത് പ്രയാസകരമായ കാര്യമാണ്, പ്രത്യേകിച്ച് അത് വീട്ടുന്നതിനുള്ള മാർഗങ്ങളില്ലാതെ. ഒരു മരണപ്പെട്ട വ്യക്തിയുടെ അനന്തര സ്വത്തിൽ നിന്ന്, അയാൾ വിട്ടേച്ചു പോയ സ്വത്തിൽ നിന്ന് കടം കഴിച്ച് ബാക്കിയുള്ളതാണല്ലോ അനന്തരമായിട്ട് അനന്തരാവകാശികൾക്ക് ലഭിക്കുക. കടം ഉള്ള വ്യക്തിയുടെ മയ്യത്ത് ജനാസ കൊണ്ടുവന്നപ്പോൾ അത് ജനാസ നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടാക്കാത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സഹാബാക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ബൈത്തുൽ മാലിൽ ധാരാളമായിട്ട് സമ്പത്തൊക്കെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കടക്കാരുടെ കടം ഏറ്റെടുക്കുന്ന ഒരു രീതി പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് കടക്കണിയിൽപ്പെട്ട, ഗത്യന്തരമില്ലാതെ കടമെടുത്ത് കടക്കണിയിൽപ്പെട്ട വ്യക്തിയുടെ കടബാധ്യത ഭരണകൂടങ്ങൾ ഏറ്റെടുക്കാൻ ശ്രദ്ധിക്കണം എന്നതാണ്. ഇപ്പോൾ കടം എന്നത് പലിശയുമായി കൂടി ബന്ധപ്പെട്ട ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ലോൺ അല്ലെങ്കിൽ കടം എടുക്കുന്നത് പലിശ അധിഷ്ഠിതമായിട്ടാണ്. പലിശ വാങ്ങുന്നതും പലിശ തിന്നുന്നതും പലിശയ്ക്ക് വേണ്ടി എഴുതുന്നതും എല്ലാം ഭയങ്കരമായിട്ടുള്ള കുറ്റമാണ് ഇസ്ലാമിൽ. ഇന്നത്തെ ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഏതെങ്കിലും തരത്തിൽ പലിശയിൽ ബന്ധപ്പെടുന്നവരാണ് മിക്കവരും. എന്നാൽ ഇതൊരു ന്യായം പറഞ്ഞിട്ട് ഒരു നിയന്ത്രണവുമില്ലാതെ പലിശയുമായി ബന്ധപ്പെടുക എന്നത് ശരിയല്ല. നിർബന്ധിതമായിട്ട് ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ ചിലർക്കുണ്ടാവാം. പക്ഷേ ഒരു നിർബന്ധിത സാഹചര്യമില്ലാതെ വെറുതെ ബിസിനസ്സിൻ്റെ വളർച്ച എന്ന് പറഞ്ഞ് അതേപോലെ അത്യാവശ്യമില്ലാത്ത പല സാധനങ്ങൾ വാങ്ങുന്നതിന്, ആ ആർഭാടത്തിനൊക്കെ പലിശക്ക് ലോൺ എടുത്തിട്ട് മുടിഞ്ഞു പോകുന്ന എത്രയോ ആളുകൾ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണിത്. ഇപ്പോൾ കടക്കണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 282 ആയത്താണ് ഏറ്റവും വലിയ ആയത്ത്. ആയത്തു ദൈൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിന് തുടക്ക ഭാഗം എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ ഫക്തുബൂഹു വൽയക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദ്ൽ യാ അയ്യുഹല്ലദീന ആമനൂ അല്ലയോ സത്യവിശ്വാസികളെ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിതമായ കാലാവധി വെച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം കടമിടപാട് നടത്തുകയാണെങ്കിൽ, അതായത് ഒരാൾ കടം വാങ്ങുന്നു, മറ്റൊരാൾ കൊടുക്കുന്നു, അതാണ് കടമിടപാട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്ര അവധി, ഇത്ര മാസം കഴിഞ്ഞാൽ, ഇത്ര വർഷം കഴിഞ്ഞാൽ, ഇത്ര ആഴ്ച കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു തരണം എന്ന വ്യവസ്ഥയിൽ കടം കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ ഫക്തുബൂഹു, അതിനെ നിങ്ങൾ എഴുതി വെക്കുക. അത് നിങ്ങൾ വാക്കാൽ പറഞ്ഞാൽ പോരാ, എഴുതി വെക്കണമെന്ന്, കടമിടപാട് എഴുതി വെക്കണമെന്ന്. വൽയക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദ്ൽ, നീതിപൂർവം നിങ്ങൾക്കിടയിൽ ഒരു കാത്തിബ്, ഒരു റൈറ്റർ അത് എഴുതി വെക്കട്ടെ എന്ന്. ഇനി കടം ഉൾപ്പെടെയുള്ള അമാനത്ത്, ഒരാളിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു 10,000 രൂപ കടം വാങ്ങി നോക്കുക ഉദാഹരണത്തിന്. ആ 10,000 രൂപ നമ്മൾ കടം വാങ്ങിയത് അതൊരു അമാനത്താണ്, വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചൊരു സംഗതിയാണ്. അയാളുടെ മുതലാണ്, മറ്റേ കക്ഷിയുടെ, കടം തന്ന വ്യക്തിയുടെ. അപ്പോൾ തിരിച്ചേൽപ്പിക്കണം. അപ്പോൾ അതൊരു അമാനത്താണ്. വിശുദ്ധ ഖുർആൻ്റെ അടുത്ത അധ്യായത്തിൽ, ആ സൂറത്തിൽ തന്നെ, സൂറത്തുൽ ബഖറയിൽ തന്നെ അടുത്ത ആയത്തിൽ കാണാം,
فإن أمن بعضكم بعضا فليؤدي الذي اؤتمن أمانته وليتق الله ربه فإن أمن بعضكم بعضا ഇനി നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ വിശ്വസിച്ചേൽപ്പിച്ചാൽ فليؤدي الذي اؤتمن أمانته ആ വിശ്വസിക്കപ്പെട്ടവൻ ഇത്തുമിന ആർക്കാണോ ഇത് ഏൽപ്പിച്ചു കൊടുത്തത്, അത് കട ആണെങ്കിൽ കടം, മറ്റെന്തെങ്കിലും സാധനമാണെങ്കിൽ അത്, ആ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തി അയാളത് തിരിച്ചു വീട്ടിക്കൊള്ളട്ടെ. വല്ലത്തഖില്ലാഹ റബ്ബഹ അവൻ അവൻ്റെ റബ്ബിനെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന്. ഇനി കടവുമായി ബന്ധപ്പെട്ട് ചില നബിവചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യൗഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ ഇല്ല ദൈൻ. യൗഫറു ലിശ്ശഹീദി, ഷഹീദിന് അതായത് ഫീ സബീലില്ലാ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാട്ടം നടത്തിയ, യുദ്ധം നടത്തി മരണം വരിച്ച ധീര രക്തസാക്ഷി ഷഹീദിന് പൊറുക്കപ്പെടും, എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും. കുല്ലു ദംബിൻ, എല്ലാ ദോഷങ്ങളും, ഇല്ല ദൈൻ കടമൊഴികെ. കടം പൊറുക്കൂല. കാരണം എന്താ? അത് അള്ളാഹുമായുള്ള ബാധ്യതയല്ല, സൃഷ്ടികളുമായുള്ള ബാധ്യതയാണ്. അപ്പോൾ സൃഷ്ടികളുമായുള്ള ബാധ്യത അവരുമായി തന്നെ തീർക്കണം എന്നതാണ്. ഹദീസ് 2 അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. മറ്റൊരു ഹദീസിൽ നബി വചനം മൻ അഖദ അംവാലൻ നാസി യുരീദു അദഅഹ അദ്ദല്ലാഹു അൻഹു വമൻ അഖദ യുരീദു ഇത്ലാഫഹ അത്ലഫഹു അല്ലാഹ്. മൻ അഖദ അംവാലൻ നാസ്, ആരൊരുത്തൻ ജനങ്ങളുടെ സ്വത്ത് എടുത്തുവോ, അതായത് ഇപ്പോൾ കടമായിട്ട് ഒരാളുടെ സ്വത്ത് എടുത്തു സ്വീകരിച്ചു, യുരീദു അദഅഹ അത് വീട്ടണമെന്ന ഉദ്ദേശത്തിൽ അയാൾ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയതാണ്, അദ്ദല്ലാഹു അൻഹു എങ്കിൽ അത് അള്ളാഹു അദ്ദേഹത്തിന് അത് വീട്ടിക്കൊടുക്കും എന്ന് പറയാൻ വീട്ടാൻ അള്ളാഹു സഹായിക്കും. വമൻ അഖദ യുരീദ് ഇത്ലാഫ, ഇനി അത് നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ തിരിച്ചു നൽകണ്ട എന്ന ഉദ്ദേശത്തിൽ അയാൾ കടം വാങ്ങിയാൽ അത്ലഫഹുല്ലാഹ് അവനെ അള്ളാഹു നശിപ്പിക്കും. ആ സമ്പത്തിനെ അവൻ്റെ ഒക്കെ അള്ളാഹു നശിപ്പിക്കും, അവൻ നാശം അതുകൊണ്ടുണ്ടാവും എന്നർത്ഥം. അപ്പോൾ കടം തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശ്യമുള്ളവൻ എന്ത് ചെയ്യണം? അത് വീട്ടാനുള്ള വഴികൾ നേരത്തെ തന്നെ പ്രീ പ്ലാൻ ചെയ്യണം. കടം വാങ്ങിയ ഉടനെ തന്നെ നല്ല ഉദ്ദേശത്തോടെ കടം വീട്ടാനുള്ള മാർഗങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണം. ഇതൊക്കെ കടം വാങ്ങുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെ ഹദീസ് അൻ സുഹൈബുൽ ഖൈർ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. നബി പറയാണ് ഇന്നമാ റജുലിൻ യദയ്യനു ദൈനൻ വഹുവ മുജ്മിഉൻ അൻ ലാ യുവഫിയഹു ഇയ്യാഹു. ഒരാൾ കടം വാങ്ങുന്നു, പക്ഷെ അയാൾ കടം വാങ്ങുമ്പോൾ തന്നെ അയാൾ ഉദ്ദേശം എന്താ? തിരിച്ചു കൊടുക്കേണ്ടതാണ്. തിരിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശം മുമ്പില്ല. ആ ഒരു നിയ്യത്തിൽ, തിരിച്ചു കൊടുക്കേണ്ട എന്നുള്ള നിയ്യത്തിൽ ആണ് അയാൾ കടം വാങ്ങുന്നതെങ്കിൽ ലഖിയ അല്ലാഹു സാരിഖൻ, അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, അതായത് പരലോകത്ത് അയാൾ കള്ളനായിട്ടായിരിക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്. പരലോകത്ത് അയാൾ ഒരു കള്ളനായിട്ടാണ് പരിഗണിക്കുക. ഇബ്നു ബാജയിലെ ഹദീസാണ്. അൻ അബീ ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു നബി വചനം നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യഖ്ദാ അൻഹു. നഫ്സുൽ മുഅ്മിനി സത്യവിശ്വാസിയുടെ ആത്മാവ് എന്നത് മുഅല്ലഖത്തുൻ ബന്ധിക്കപ്പെട്ടതാണ് ബിദൈനിഹി അവൻ്റെ കടവുമായിട്ട് ഹത്താ യഖ്ദാ അൻഹു അവനിൽ അത് വീട്ടപ്പെടുന്നതുവരെ, അതായത് കടം വീട്ടപ്പെടുന്നതുവരെ സത്യവിശ്വാസിയുടെ ആത്മാവ് ആ കടവുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും എന്ന്. അൻ അബ്ദുല്ലാഹി ബിൻ ജഅഫർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരു ഹദീസ് ഇന്നല്ലാഹ മഅദ്ദാഇനി ഹത്താ യഖ്ദിയ ദൈനഹു മാ ലം യകുൻ ഫീമാ യക്റഹുല്ലാഹ്. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു മഅദ്ദാഇനി കടക്കാരൻ്റെ കടബാധ്യതയുള്ളവൻ്റെ കൂടെയായിരിക്കും ഹത്താ യഖ്ദി ദൈനഹു അവൻ അവൻ്റെ കടം വീട്ടുന്നത് വരെ മാ ലം യകുൻ അത് ആ കടം ആകാതിരിക്കുന്നിടത്തോളം കാലം ഫീമാ യക്റഹുല്ലാഹ് അള്ളാഹു വെറുക്കുന്ന വിഷയത്തിൽ. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ കടബാധ്യത വരുത്തിയ വിഷയമാണെങ്കിൽ അതിൽ എന്തല്ല അള്ളാഹുവിന് സഹായം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം അത് വീട്ടാനുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സഹായം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മാർഗ്ഗങ്ങൾ അവലംബിക്കരുത് എന്നല്ല, മാർഗ്ഗങ്ങൾ അന്വേഷിക്കണം, അള്ളാഹു നിശ്ചയിച്ച സബബുകളിലേക്ക് തിരിയണം, അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളിലേക്ക് തിരിയണം, അപ്പോഴാണ് അള്ളാഹുവിന് സഹായം ഉണ്ടാകുക എന്ന് പറയുന്നത്. അൻ ഉബൈദില്ലാഹി ബിൻ അബ്ദുല്ലാഹി ബിൻ ഉത്ബ അന്ന മൈമൂനത സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തദാനത്ത് ഫഖീല ലഹ. ഉബൈദുല്ലാഹി ബിൻ അബ്ദുല്ലാഹി ബിൻ ഉത്ബ എന്നിവർ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പത്നി മൈമൂന റളിയല്ലാഹു അൻഹ കടം വാങ്ങി ഒരിക്കൽ. മൈമൂന റളിയല്ലാഹു അൻഹ
ഫഖീല ലഹ, അപ്പോൾ മൈമൂന റളിയല്ലാഹു അൻഹായോട് പറയപ്പെട്ടു, യാ ഉമ്മൽ മുഅ്മിനീൻ, ഓ ഉമ്മുൽ മുഅ്മിനീൻ, തസ്തദീനീന വലൈസ ഇൻദകി വഫാ, താങ്കൾ കടം വാങ്ങുന്നുണ്ട്, പക്ഷെ താങ്കൾക്കത് വീട്ടാനുള്ള ഒന്നുമില്ലല്ലോ, എന്നിട്ടും കടം വാങ്ങുകയാണ്. ഖാലത്ത്, അപ്പോൾ മൈമൂന റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? മൻ അഖദ ദൈനൻ വഹു യുരീദു അൻ യുഅദ്ദിയഹു ആനഹു അല്ലാഹു അസ്സ വജൽ, ആരൊരുത്തൻ കടം വീട്ടണമെന്ന ഉദ്ദേശത്തിൽ കടം വാങ്ങിയോ എങ്കിൽ അള്ളാഹു അവനെ സഹായിക്കുമെന്ന് പറയുന്നത് റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് വിശ്വാസമാണ്. ഞാനൊരു ആവശ്യത്തിനാണ് കടം വാങ്ങിയത്, അപ്പോൾ അത് വീട്ടാനുള്ള മാർഗം അള്ളാഹു എനിക്ക് തരും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഹദീസ് 7. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم كان يؤتى بالرجل متوفى عليه الدين فيسأل هل ترك لدينه فضلا. മരിച്ചൊരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കൊണ്ടുവരും. എന്നിട്ട് കടമുള്ള വ്യക്തിയെ കൊണ്ടുവന്നാൽ ഫയസ്അലു, അപ്പോൾ നബി ചോദിക്കും, ഹൽ തറക ലിദൈനിഹി ഫള, ഇയാളുടെ കടം വീട്ടാൻ വലുതുണ്ടോ എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വത്തിലോ അല്ലാതെ ഉണ്ടോ എന്നുള്ളത്. ഫഇൻ ഹുദ്ദിസ അന്നഹു തറക വഫാഅൻ സ്വല, അങ്ങനെ അയാൾക്ക് കടം വീട്ടാനുള്ള വകുപ്പുണ്ട്, അയാളുടെ സ്വത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ നബി എന്ത് ചെയ്യും? നിസ്കരിക്കും. വയില്ല, അങ്ങനെ അല്ലെങ്കിൽ ഖാലലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളോട് പറയും, സഹാബാക്കളോട് പറയും, സ്വല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ സംസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കും, ആ കടം വീട്ടാൻ വകുപ്പില്ലാത്ത മയ്യത്ത് ആണ് എങ്കിൽ. അപ്പോൾ അത് എന്താണ്? കടത്തിൻ്റെ ഗൗരവം സഹാബാക്കളെ, സത്യവിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത്. ഇനി ഫലമ്മ ഫതഹ അല്ലാഹു അലൈഹിൽ ഫുതുഹ, ഇനി നബിക്ക് മേൽ വിജയങ്ങൾ അല്ലാഹു നൽകിയപ്പോൾ, അങ്ങനെ ബൈത്തുൽ മാലിലൊക്കെ ധാരാളം സ്വത്തൊക്കെ വന്ന് സാമ്പത്തികമായുള്ള ഒരു സുസ്ഥിരത മുസ്ലിം സമൂഹത്തിന് വന്നപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഞാൻ സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ അടുത്തവനാണ്. അതിനാൽ എന്ത് ചെയ്യുക? ഫമൻ തൂഫിയ മിനൽ മുഅ്മിനീന ഫതറക ദൈനൻ ഫഅലൈഹി ഖളാഉഹു, അപ്പോൾ സത്യവിശ്വാസിയിൽ നിന്ന് ആരെങ്കിലും മരിച്ച് അവന് കടബാധ്യത ഉണ്ട് എങ്കിൽ, കടബാധ്യത ഉണ്ട്, അത് വീട്ടാനുള്ള വകുപ്പ് അയാൾ സ്വത്തിലില്ല എങ്കിൽ ഫഅലൈഹി ഖളാഉഹു, എങ്കിൽ ഞാൻ ആണത് വീട്ടേണ്ടത്, ഞാനത് വീട്ടും. കാരണം ബൈത്തുൽ മാലിൽ അത് വീട്ടും എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാഹു അലം. വമൻ തറക മാലൻ ഫലിവരിസതിഹി, ഇനി ഫലിവറസതിഹി, ഇനി ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ സ്വത്ത് വിട്ടേച്ച് പോയാൽ, എന്തെങ്കിലും സ്വത്ത് ബാക്കിയുണ്ടെങ്കിൽ അത് അയാളുടെ അനന്തരാവകാശിക്ക് ഉള്ളതാണ് എന്ന്. അടുത്ത ഹദീസ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മത്തുലുൽ ഗനിയ്യ ദുൽമുൻ, മത്തുലുൽ ഗനിയ്യ, അതായത് ഗനിയ്യ എന്നാൽ ധനം ഉള്ള ആൾ, സമ്പന്നൻ എന്നാണ്. ഇവിടെ കടം വീട്ടാൻ പാകതയുള്ള ശേഷിയുള്ള ആൾ, അയാളുടെ മത്തുൽ എന്ന് പറഞ്ഞാൽ അയാൾ കടം വെച്ച് താമസിപ്പിക്കുന്നത്, കടം വീട്ടാതെ താമസിപ്പിക്കുന്നത് ദുൽമുൻ, അത് അക്രമമാണ്. എന്നാൽ വമൻ ഉത്ബിഅ അലാ മലിയിൻ ഫലയത്തബിയ, ഒരു മലിയിനോട്, മലി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കടമുണ്ട്, അപ്പോൾ അയാൾക്കത് വീട്ടാനും പറ്റുന്നില്ല, അപ്പോൾ അയാൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്, സാമ്പത്തിക ശേഷിയുള്ള ഒരാളെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് കടക്കാരനോട് പറയാണ്, ഇയാൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാളോട് വാങ്ങിക്കുക, അപ്പോൾ അത് സ്വീകരിക്കണം എന്നതാണ് എൻ്റെ ഹദീസിൻ്റെ ആശയം. അതായത് ആരുടെയെങ്കിലും കിട്ടാനുള്ള കടം വീട്ടുന്നതിന് ശേഷിയുള്ള മറ്റൊരാളിലേക്ക് കടക്കാരൻ മാറ്റിത്തരികയാണ് എങ്കിൽ ആ മാറ്റം കടം വാങ്ങിയ ആൾ സ്വീകരിക്കണം. അതല്ലാതെ ഞാൻ നിങ്ങൾക്കാണ് കടം തന്നത്, ഞാൻ നിങ്ങളുടെ തന്നെ വാങ്ങുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അത് മറ്റേയാളുമായിട്ട് സംസാരിച്ചിട്ട് അയാൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അയാളൊന്ന് വാങ്ങാം, അതിന് പ്രശ്നമില്ല, അങ്ങനെ ചെയ്യാം. ഹദീസ് 9. അൻ ഇബ്നു ഉമർ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരിൽ നിന്നുള്ള നിവേദനം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഅലൈഹി ദീനാറുൻ ഔ ദിർഹമുൻ, ആരൊരുത്തൻ മരിച്ചുവോ അവന് ദീനാറുണ്ട്, ദിർഹമുണ്ട് എന്ന് പറഞ്ഞാൽ കടമായിട്ടുണ്ട്. ഖുദിയ മിൻ ഹസനാതിഹി, എങ്കിൽ അയാളുടെ നന്മകളിൽ നിന്ന് പിടിക്കപ്പെടും, അത് ഈടാക്കപ്പെടും, കടം വീട്ടപ്പെടും. ലൈസ സമ്മ ദീനാറും വല ദിർഹമുൻ, പരലോകത്തെന്തില്ല, ദീനാറോ ദിർഹമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ദീനാറ് ദിർഹമോ അല്ലെങ്കിൽ കറൻസി, സ്വത്ത്, അങ്ങനെ എന്തെങ്കിലും കടമായിട്ട് ഒരാൾ മരിച്ചാൽ അത് വീട്ടാത്ത അവസ്ഥയാണെങ്കിൽ പരലോകത്ത് എന്താണ് സംഭവിക്കുക? ഇയാളുടെ അവിടെ ദീനാറ് ദിർഹമൊന്നുമില്ല, അവിടുത്തെ അയാളുടെ നന്മകളിൽ നിന്ന്, ദുനിയാവിൽ അയാൾ ചെയ്ത നന്മകളിൽ നിന്ന്
ഈ കടബാധ്യതയുള്ള വ്യക്തിക്ക് കടം കൊടുത്ത വ്യക്തിക്ക് അത് നൽകപ്പെടും പകരമായിട്ട് എന്ന്. ഹദീസ് നമ്പർ 10. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല കാന ലറജുലിൻ അല നബി സിന്നും മിനൽ ഇബ്ലി ഫജാഅഹു യതഖല്ലാഹു ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അഅതുഹു. കാന ലറജുലിൻ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ഒരു വ്യക്തിക്കുണ്ടായിരുന്നു സിന്നും മിനൽ ഇബ്ലി, ഒരു നിശ്ചിത പ്രായത്തിലുള്ള ഒരു ഇബില് ഒട്ടകം കടമായിട്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ട്. ഒരാളിൽ നിന്ന് നബി വാങ്ങിയതാണ് ഒരു ഒട്ടകത്തെ, ഒരു നിശ്ചിത പ്രായമുള്ള ഒട്ടകത്തെ. ഫജാഅഹു യതഖല്ലാഹു, അപ്പോൾ ആ കടം തിരിച്ചു ചോദിച്ചുകൊണ്ട്, ആ ഒട്ടകത്തെ തിരിച്ചു ചോദിച്ചുകൊണ്ട് വ്യക്തി വന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു അഅ്തുഹു, അയാൾക്ക് ആ ഒട്ടകത്തെ കൊടുക്കൂ, ആ പ്രായത്തിലുള്ള ഒട്ടകത്തെ. ഫത്വലബു സിന്നഹു, അങ്ങനെ അവർ അതിൻ്റെ വയസ്സെത്രയെന്ന് അന്വേഷിച്ചു. ഫലം യജിദു ലഹു ഇല്ലാ സിന്നൻ ഫൗഖഹ, അപ്പോൾ ആ വയസ്സിൻ്റെ മുകളിലല്ലാതെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അയാൾ വാങ്ങിയ ഒട്ടകം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളിൽ നിന്ന് കടമായിട്ട് വാങ്ങിയ നിശ്ചിത പ്രായമുള്ള ഒട്ടകം, ആ പ്രായത്തിലുള്ള ഒരു ഒട്ടകത്തെ കണ്ടെത്താൻ അവർക്ക് പറ്റില്ല. അതിന് മേലെ അല്ലാതെ, ആ പ്രായത്തിന് മേലെ അല്ല എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും നല്ല ഒട്ടകം ആണ് നബിക്ക് ഉള്ളത്, അല്ലെങ്കിൽ അവിടെ ഉള്ളത്. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു അഅ്തുഹു, അത് കുഴപ്പമില്ല, അത് കൊടുത്തോളൂ. ഫഖാല, അപ്പോൾ ഈ കടം പിന്നെ കൊടുത്ത വ്യക്തി, നബിക്ക് കടം കൊടുത്ത വ്യക്തി പറഞ്ഞു ഔഫൈതനി, താങ്കൾ എനിക്ക് പൂർത്തിയായി നൽകി. വഫല്ലാഹു ബിക, അള്ളാഹു താങ്കൾക്ക് പൂർത്തിയായി നൽകട്ടെ എന്ന്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ഖിയാറക്കും അഹ്സനക്കും ഖദ്വാ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, ഉത്തമർ, കടം ഏറ്റവും നല്ല രീതിയിൽ വീട്ടുന്നവനാണ്. അപ്പോൾ കടം വാങ്ങിയാൽ കൂടുതൽ ഉത്തമമായ രീതിയിൽ അത് തിരിച്ചു കൊടുക്കാം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു അഅലം.